അപ്പോൾ നമ്മൾ കഴിഞ്ഞതിൽ സോളിഡ് മെംബ്രെയിൻ ഇലക്ട്രോഡ്സ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. Now we are discussing liquid membrane electrode. Liquid membrane or ion exchange electrodes are prepared using an organic liquid or ion exchanger which is immiscible with water or with ion sensing material is dissolved in an organic solvent which is immiscible with water. അപ്പോൾ വാട്ടറിനായിട്ട് ഇമ്മസിബിൾ ആയിട്ടുള്ള ഒരു ഓർഗാനിക് ലിക്വിഡ് മെംബ്രെയിൻ അയൺ എക്സ്ചേഞ്ചിൽ ഒരു ഓർഗാനിക് ലിക്വിഡാണ് അതിലെ മെംബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ അതൊന്നുകിൽ ഒരു ഓർഗാനിക് ലിക്വിഡ് അയൺ എക്സ്ചേഞ്ചർ ആവാം, അല്ലെ വിച്ച് ഈസ് ഇമ്മിസിബിൾ വിത്ത് വാട്ടർ or ion sensing material which is dissolved in an organic solvent. അതാണ് അതിൽ organic membrane, liquid membrane act in the solvent is placed in a tube sealed at the lower end by a thin hydrophobic membrane. ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു മെംബ്രെയിൻ ഉണ്ട്, അടി ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ട്യൂബാണ്. അതിൻ്റെ അകത്താണ് നമ്മൾ സോൾവെന്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ മെംബ്രെയിൻ സെല്ലുലോസ് ആവാം, അസറ്റേറ്റ് പേപ്പർ ആവാം, നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എന്തും ആവാം. Aqueous solutions will not penetrate this film. And example for liquid membrane electrode is calcium responsive electrode. അപ്പോൾ ഇതിലൊരു ഓർഗാനിക് ഫേസ് RH2, പിന്നെ ഒരു aqueous ഫേസ് XM2+, and then which gives and regives an organic ഇത് RMX ആവും. And then an aqueous ഫേസിൽ ഉണ്ടാവുന്നത് 2H+ ആണ്. ഈ H+ അങ്ങോട്ട് അക്വസ് ഫേസിലേക്ക് പോയി ഓർഗാനിക് ഫേസിലേക്ക് ആ മെറ്റൽ അയൺ വന്നു. In calcium responsive electrode, the ion exchanger is an organic phosphoric acid that binds calcium ions more strongly than most other cations. ഇതില് ഒരു നോക്കൂ, ഒരു റിയാക്റ്റീവ് ഓർഗാനിക് മെറ്റീരിയൽ റിയാക്റ്റീവ് ആയിട്ടുള്ള, അപ്പൊ കാൽസ്യം ആണ് നമ്മുടെ അയൺ സെലക്റ്റീവ് ഡിറ്റക്ട് ചെയ്യേണ്ടത്, അക്വസ് ലെയറിലുള്ള കാൽസ്യം. അതിൻ്റെ കൂടെ ഒരു ഓർഗാനിക് സോൾവെന്റ് ഉണ്ട്. അപ്പൊ the number of ion selective liquid membrane electrodes, a number of ion sensitive selective liquid membrane electrodes are now available. These include copper 2+ electrode, which is generally sensitive to calcium and magnesium ions for monitoring water hardness. In contrast to solid membrane electrodes, liquids membrane electrodes can extract counter ions from solutions phase to the membrane phase. അപ്പോൾ ഈ സോളിഡ് മെംബ്രെയിൻ ഇലക്ട്രോഡുമായിട്ട് ഇതിനുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ലിക്വിഡ് മെംബ്രെയിൻ ഇലക്ട്രോൺസിന് അതിൻ്റെ കൗണ്ടർ അയോൺസിനെ സൊല്യൂഷൻ ഫേസിൽ നിന്ന് മുഴുവനായിട്ടും മെംബ്രെയിൻ ഫേസിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് കഴിയും. അതെന്ത് ചെയ്യാൻ പറ്റില്ല, സോളിഡ് മെംബ്രെയിനിന് പറ്റില്ല. ഇനി ഗ്യാസ് സെൻസിങ് ഇലക്ട്രോഡാണ് വേറൊരു ടൈപ്പ്. A thin membrane that separates the sample from inner solution containing ion selective electrode. The membrane is permeable to gaseous analyte but impermeable to other components. നമ്മൾ എന്തൊക്കെയാണ് ഒരു സൊല്യൂഷനിൽ എടുത്തത് ബാക്കിയുള്ള കമ്പോണൻസിനോടൊക്കെ പെർമിയബിൾ അല്ലാതെ ഗ്യാസിന് മാത്രം പെർമിയബിൾ ആയിട്ടുള്ള മെംബ്രെയിൻ ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യേണ്ടത്. A gaseous analyte passes through the membrane where it produces a species whose concentration is monitored by വെറും ആ ഗ്യാസ് അല്ല നമുക്ക് മോണിറ്റർ ചെയ്യേണ്ടത്. It produces a species whose concentration is monitored by ion selective electrode. For example, carbon dioxide diffuses across the membrane where it reacts in the inner solution to produce H3O+ ions. Carbon dioxide diffuse ചെയ്യും മെംബ്രെയിനിൽ കൂടെ. അപ്പം അതിൻ്റെ അകത്ത് HCO3- അയോൺസ് ആയിട്ട് മാറും. The change in activity of H3O+ in the inner solution is monitored with the pH electrode. അപ്പൊ ആ H3O+ അയോണിന്റെ ആക്ടിവിറ്റി നമുക്ക് pH ഇലക്ട്രോഡ് വെച്ചിട്ട് ചെയ്യാം. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഡിഫ്യൂസ് ചെയ്യുന്നതെങ്കിലും നമുക്ക് ഡിറ്റക്ട് ചെയ്യുന്നത് എന്താണ്, H3O+ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള H3O+ അയോൺസിനെയാണ്.
It's CO3 മൈനസും H3O പ്ലസ് അയൺസും ഉണ്ടാവും. ആ H3O പ്ലസ് അയൺസിനെയാണ് നമ്മൾ അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല HCl, HF, അമോണിയ, NO2, SO2 ഇങ്ങനെയുള്ള പല ഗ്യാസസും ഗ്യാസ് സെൻസിറ്റീവ് ഇലക്ട്രോഡ്സ് വെച്ച് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. And the next is enzyme based electrode. These electrodes make use of an enzyme in convert of the substances to be determined with the കുറച്ച് ക്ലിയർ അല്ലാന്ന് ഞാൻ ഒന്നുകൂടി ഫോട്ടോ എടുത്ത് അയക്കാം കേട്ടോ. വിത്ത് അയോണിക് പ്രോഡക്റ്റ് വിച്ച് ക്യാൻ ഇറ്റ്സെൽഫ് ഡിറ്റക്റ്റഡ് ബൈ നോൺ അയൺ സെലക്റ്റീവ് ഇലക്ട്രോഡ്. അപ്പൊ ഒരു എൻസൈമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആ എൻസൈം കൺവേർട്ട് ചെയ്യും ദ സബ്സ്റ്റൻസസ് ടു ബി ഡിറ്റർമിൻ ഇൻ ടു ആൻ അയോണിക് പ്രോഡക്റ്റ്. അപ്പൊ അത് അയോണിക് അല്ലെങ്കിൽ പോലും ഈ എൻസൈം അതിനെ അയോണിക് പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. A typical example is urea electrode, in which the enzyme is employed to hydrolyze urea and this reaction the progress for urea plus H2O plus H plus gives 2 NH4 plus plus CO2. NH4 plus plus H2O gives NH3 plus H3O plus. Monitor the amount of ammonia using gas sensing electrode. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ യൂറിയനെ ഇതിന്ന് സെൻസ് ചെയ്യാൻ പറ്റും. ഇതൊരു എന്താണ് എൻസൈം ബേസ്ഡ് ഇലക്ട്രോഡ് ആണ്. Biocatalytic membrane electrode. In biocatalytic membrane electrode, a biocatalyst is immobilized at the surface of an electrochemical sensor, that is membrane electrode, and the membrane electrode may be ion selective or gas sensing electrode. അതുപോലെ എന്താന്ന് വെച്ചാൽ ഈ ബയോ കാറ്റലിറ്റിക് ആയിട്ടുള്ളതോ ബയോ മെംബ്രെയിൻ ആയിട്ടുള്ള ഇലക്ട്രോഡുകളിലൊക്കെ ആ മെംബ്രെയിൻ മാത്രം ബയോ കാറ്റലിറ്റിക് ആണ്. ബാക്കിയുള്ളത് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ഇലക്ട്രോകെമിക്കൽ സെൻസർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു അയൺ സെലക്റ്റീവ് ഇലക്ട്രോഡ് ആവാം. അത് ഗ്ലാസ് ഇലക്ട്രോഡ് ആവാം, സോളിഡ് ഓർ പോളിമർ മെംബ്രെയിൻ ഇലക്ട്രോഡ് ആവാം, ഗ്യാസ് സെൻസിങ് അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ഇലക്ട്രോഡ് ആവാം. The biocatalyst may be enzyme, tissue, bacteria, etc. Biocatalytic electrode lifetimes depends on stability of biocatalyst. Biocatalytic membrane lifetimes biocatalyst stability depend, which in then depends on the methods of biocatalyst mobilization, solution pH, storage condition, presence of activators or inhibitors. ഈ ബയോമെംബ്രെയിൻ ഇലക്ട്രോഡ്സിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ an ion selective electrode which is coated with an enzyme containing acrylamide gel. The gel and enzyme are held in place on surface of ion selective electrode by an inert physical support. The support is a sheet of cellophane or a piece of gauze made from nylon. The physical support is wrapped around the electrode membrane and tied in place. The acrylamide gel containing enzyme is coated on a support electrode combination. Enzymes are highly selective biochemical catalysts. The selectivity of biomembrane electrode is due to selectivity of enzyme that is used in these electrodes. Here, enzyme catalyzed reaction of analytes yields an ionic reaction product. അങ്ങനെയാണ് ഈ എൻസൈം കാറ്റലൈസ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻ അതൊരു അയോൺ റിയാക്ഷൻ പ്രോഡക്റ്റ് ഉണ്ടാക്കും, വിച്ച് ഈസ് മോണിറ്റർഡ് ബൈ ഇന്റേണൽ അയൺ സെലക്ടീവ് ഇലക്ട്രോഡ്. The operation of urea selective electrode is an example of this membrane, biomembrane catalyzed electrode. The glass membrane of ammonium sensitive glass electrode is coated with an acrylamide gel layer containing the enzyme urease. So, urea selective electrode urea is an enzyme. When the electrode is dipped into a solution containing urea, reaction occurs to yield ammonium NH4 plus. Urease in the catalyzed reaction. The ammonium formed during the reaction is measured at ammonium selective electrode, or it is in equilibrium with ammonia.
membrane and detected by pH electrode. ഇങ്ങനെ ആവാം. അല്ലെങ്കിൽ ഇതിനെ this ammonia diffuses through this membrane and detected by a pH electrode. അത് അമോണിയനെ നമുക്ക് pH electrode വെച്ചും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. Plot of the potential of an electrode in standard urea solution as a function of logarithm of urea concentration. We can use this equation. E cell is equal to K minus 0.05916 into log urea concentration. And the disadvantages of the method is the enzyme used in biomembrane electrodes are gradually decay, so must be periodically replaced, and the membrane urea electrodes last for 2 weeks. Biomembrane electrodes have long